ഹായ്, എല്ലാവർക്കും സുഖമാണോ? എന്നാണ്ട് വിശേഷം? ഞാൻ നിങ്ങളുടെ മുന്നിലൊരു പുതിയ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ വെജിറ്റേറിയൻ ഫ്രൈഡ് റൈസ്. ഞാനതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫുഡ് ഉണ്ടാക്കിയായിരുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഡിഷിലോട്ട് കാണിക്കാം എന്തൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിക്കാം. നമുക്ക് ഓയിൽ ഒഴിക്കാം. ഒരു 1.5 സ്പൂൺ ഓയിൽ. അതൊന്ന് ചൂടാവട്ടെ. നമുക്കാദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഓക്കെ, ചെറുതായിട്ട് കുഞ്ഞു അരിഞ്ഞിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇതിൽ കാഷ്നട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂക്കട്ടെ. ഓക്കെ, ഇതൊന്ന് ശകലം മൂക്കട്ടെ കാഷ്നട്ട്. നമുക്കടുത്തത് പച്ചമുളക് ഇടാവേ. പച്ചമുളക്. എന്നിട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് ഇട്ട് കൊടുക്കാവേ. ക്യാബേജ്, നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ചിടാം. എന്നുവെച്ചാൽ ഉപ്പൊക്കെ ഒന്ന് സെറ്റാവട്ടെ. അടയ്ക്കാം. 1 മിനിറ്റ്. നമുക്ക് തുറന്ന് നോക്കാവേ. നമുക്കിതിലോട്ട് ചോറ് ആഡ് ചെയ്യാം. ഇതിലേക്ക്
1 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1-1.5 സ്പൂൺ കുരുമുളക്, ഇത്രയും മതി. കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യുക. കുറച്ച് നേരത്തെ ചോറിൽ ഇച്ചിരി ഉപ്പിട്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സോയാ സോസ് ഒഴിക്കാം, 1 സ്പൂണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒക്കെ പെട്ടെന്ന് അമ്മമാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല എളുപ്പമാണ്. രാവിലെ സ്കൂളിലൊക്കെ പോകാനായിട്ട് കുട്ടികൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ഇതിൻ്റെ കളർഫുള്ളൊക്കെ കണ്ട് ക്യാരറ്റ്, ക്യാബേജ് നല്ലൊരു കളർഫുള്ളല്ലേ, കുട്ടികൾക്ക് കഴിക്കാനും തോന്നും, പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. നല്ലൊരു ഡിഷാണ്. നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ മല്ലിയില ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സിങ്ങിലാണ് ഇരിക്കുന്നതിൻ്റെ ടേസ്റ്റ്. ഓക്കെ, ലേശം ഉപ്പ് നോക്കട്ടെ. ഉപ്പ് ശകലം കൂടെ വേണം. നമുക്ക് ഇത്രയും മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചിട്ടിട്ട് എടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്കതിനെ ഇത് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട്, ക്യാപ്സിക്കത്തിൻ്റെയും എല്ലാം. അതിനാണ് 1 മിനിറ്റ് നമ്മൾ അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ എല്ലാം റെഡിയായി. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിനെ ഓഫ് ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ ഒന്ന് കഴിച്ചിട്ട് പറയാം. നമ്മുടെ സ്പെഷ്യൽ വെജിറ്റേറിയൻ ഫ്രൈഡ് റൈസ് നമ്മൾ പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ച് ഞാൻ ടേസ്റ്റ് പറയാം. ഓക്കെ, കുറച്ച് ഇതിലോട്ട് ആഡ് ചെയ്യുവാണേ. കുറച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. അടിപൊളി, നല്ല ടേസ്റ്റ്, നല്ല ഉപ്പും എല്ലാം പാകമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഈ കുട്ടികൾക്ക് രാവിലെയൊക്കെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിന് അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കുക ഈ ഡിഷ്. ഓക്കെ, അപ്പോൾ എന്നെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത പുതിയ ഡിഷുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ബൈ.